ഇപ്പോൾ തുടരുന്നില്ലല്ലോ. കഴിഞ്ഞ മെയ് മാസത്തിലും കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഒപ്പിട്ട കരാറിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത നടപടിക്രമങ്ങളുണ്ട്. ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. ഒപ്പിടാതെ നിൽക്കുകയായിരുന്നല്ലോ അത്രയും കാലം. നമ്മൾ കേരളവും തമിഴ്നാടും ബംഗാളുമാണ് ഒപ്പിടാതെ നിന്നിരുന്നത്. ഈ പദ്ധതി ഒപ്പിട്ടപ്പോൾ അന്ന് CPM BJP ഡീലെന്ന് ആരോപിച്ചത് UDF ആണ്. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു. ഈ പദ്ധതി എതിർക്കാനായിട്ട് എന്തുകൊണ്ട് UDF-നോ ലീഗിനോ ഇപ്പോൾ കഴിയുന്നില്ല? അല്ല, അങ്ങനെ ആ ചോദ്യം പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റുമായി ഒപ്പിട്ട കരാറാണ്. അതിൻ്റെ തുടർച്ച വരുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പരിശോധിച്ചേ പറ്റുള്ളൂ. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന് എന്തെങ്കിലും പണം ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടോ? അതിൽ ഇവിടെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഒപ്പിടാത്തതുകൊണ്ടായിരുന്നു. ഒപ്പിട്ടപ്പോൾ PM ശ്രീക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, കേന്ദ്രം നമുക്ക് തരേണ്ട SSK വിഹിതം, SSK ഫണ്ട് തന്നു. വീണ്ടും പിന്നീട് ഒരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അത് PM ശ്രീ ഫണ്ടല്ല എന്നാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതിലൊരു സ്റ്റാൻഡ് എടുത്തത്. അതല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല PM ശ്രീ ഫണ്ടാണ്. PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് തരേണ്ട കേന്ദ്ര ഫണ്ട്, തടഞ്ഞു വെച്ച കേന്ദ്ര ഫണ്ട് റിലീസായി. ആ ഫണ്ടും വാങ്ങി. മനസ്സിലായില്ലേ? പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഇതിനകത്ത് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പോകൂ എന്നുള്ളതാണ്. അത്ര തന്നെ. അതായത് ഇതിൻ്റെ തുടർ നടപടി, ഇതിപ്പോൾ ഒപ്പിട്ട കരാറാണ്. ഇതിൻ്റെ തുടർ നടപടി ഈ പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ സെലക്ഷൻ. 265 സ്കൂളുകളിലാണ് ഇത് ആദ്യഘട്ടം നടപ്പാക്കുക. അപ്പോൾ അതിൻ്റെ സെലക്ഷനാണ് അടുത്ത കാര്യം. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള നടപടിക്രമം. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി ഈ ഉപസമിതിയുടെ തീരുമാനത്തിന് ശേഷമേ ഫൈനലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമല്ലേ അറിയിക്കേണ്ടതുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതിൻ്റെ തുടർച്ച മാത്രമാണ് ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. പിന്നെ ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എങ്ങനെ പോകാൻ പറ്റൂ എന്ന കാര്യം ഗവൺമെൻറ് തീരുമാനിക്കും. നമുക്ക് നമ്മുടേതായ റൈറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതും പിന്നെ ഫണ്ട് തരാതെ നിൽക്കുന്നതൊന്നും ശരിയല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിനെതിരാണ്. പക്ഷേ നമ്മളതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ കേരള പദ്ധതികളായിട്ട് വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, ആരോഗ്യ പദ്ധതികളുണ്ട്, വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഈ കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം. അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചാലല്ലേ അവരെങ്ങനെ മറുപടി പറയാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ അക്കാര്യം മുന്നോട്ട് വെക്കും. അല്ല, അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് ഫ്രീഡം വേണം. സ്റ്റേറ്റ് ആയിരിക്കണം കരിക്കുലം ഫൈനലൈസ് ചെയ്യേണ്ടത്. സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ആയിരിക്കണം. ഇതിൽ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലീഗിന് ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി KM ഷാജി ഉൾപ്പെടെ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്നുള്ളതാണ്. അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണോ ഇപ്പോൾ ആ നിലപാട് മാറിയത്? അങ്ങനെയല്ലല്ലോ. അന്ന് ഒപ്പിട്ടവരുണ്ടാക്കിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒപ്പിടാതെ കാലങ്ങളായി നമ്മൾ മുന്നോട്ട് പോയിരുന്നല്ലേ. ഒപ്പിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയ കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനോട് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള ആൾക്ക് പറഞ്ഞ വിമർശനങ്ങളാണത്. ആ നയത്തിൽ ഇപ്പോഴും ഞങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇവിടെ പിന്നെ ഇത്തരം പദ്ധതികൾ, കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് സംസ്ഥാനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുകയും എന്നിട്ട് അത് നടപ്പാക്കിയില്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ തടഞ്ഞു വെക്കുകയും ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് യോജിക്കാവുന്ന ഒരു രീതിയല്ല. അതിനെയാണ് ഷാജി അന്ന് വിമർശിച്ചിട്ടുള്ളത്. ഉപസമിതി ഇന്നാണ് രൂപീകരിച്ചത്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ചേരും. അല്ല, അധികം വൈകില്ല.
എല്ലാം പെട്ടെന്ന്. മാർച്ച് എന്ന് പറയുന്നത് 2027 മാർച്ച് 31 നിലവിൽ ഈ പദ്ധതിയുടെ കാലാവധി തീരുന്ന സമയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതികളുടെ കാര്യത്തിൽ ഇവിടെ ഒരുപാട് സംഗതികൾ നടപ്പാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഇയറിലേക്കുള്ള സ്കൂളുകൾ സെലക്ഷൻ മാത്രമാണ് വരുന്നത്. അത് ഈ പറഞ്ഞ ഡേറ്റിൻ്റെ മുമ്പ് കൊടുത്താൽ ആ സ്കൂളുകളിൽ ആ പദ്ധതി നടക്കും. സർക്കാരുകൾ തുടർച്ചയാണല്ലോ. ഗുണഫലം എന്ന് പറഞ്ഞാൽ ഇത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളാണ്. അത് പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പല പദ്ധതികളും കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലത്ത് നടന്നില്ലേ. 2011-16 ഞങ്ങൾ തുടങ്ങി വെച്ച പലതും പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ തുടർന്നില്ലേ. അപ്പം അങ്ങനെ ഒരു പറയുന്നതിൽ ഗവൺമെൻറ്റുകളെല്ലാം തുടർച്ചയാണ്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ മറ്റൊരു വിഷയം കൂടെ ചോദിച്ചോട്ടെ, ആ സെൻസസുമായി ബന്ധപ്പെട്ട് 50 വയസ്സ് കഴിഞ്ഞ അധ്യാപകർക്ക് ആ ഡ്യൂട്ടി ഇടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ? ഇപ്പൊ അങ്ങനെയുള്ളവർ ഡ്യൂട്ടിക്ക് ഇടുന്നു എന്ന് പറയുന്നു, ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? എന്താണത്? അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ റിട്ടയർമെൻറ്റിനോടൊക്കെ അടുത്ത് പ്രായക്കൂടുതലുള്ള ആളുകളെ ഒന്നും ഇടരുതെന്നും ഒഴിവാക്കണമെന്നും അധ്യാപകർക്ക് തന്നെ പരമാവധി ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്നും ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ പിന്നെ ട്രാൻസ്ഫറിനെ ഇത് ബാധിക്കരുതെന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സെൻസസ് ഡയറക്ടറേറ്റാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. കുറച്ച് മുന്നോട്ട് സാർ, മുന്നോട്ട് നിൽക്കണം. മൈക്കിൾ ആദ്യം കൊടുത്താൽ ഇപ്പോൾ ഒരു നയപരമായ തീരുമാനമെടുക്കേണ്ട വിഷയത്തിൽ ഇപ്പോൾ മന്ത്രിസഭ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇത് ഒപ്പിടില്ല എന്നൊക്കെ, അത് മുന്നോട്ട് പോകില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞത്. പക്ഷേ മുന്നോട്ട് പോകാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഈ PM ശ്രീ വിഷയത്തിൽ കേരള ഗവൺമെൻറ് കേന്ദ്രവുമായി ഒരു MOU ഒപ്പിട്ടു എന്നുള്ളത് വസ്തുതയാണ്. അതാരും നിഷേധിക്കാൻ കഴിയില്ല. ഒപ്പിട്ടതിന് ശേഷം ഈ വിഷയം ഒപ്പിടാത്തത് മൂലം തടഞ്ഞു വെച്ചിരുന്ന ചില ഫണ്ടുകളും റിലീസ് ചെയ്തു. ഇപ്പോഴും വേറൊരു ഫണ്ട് ഇതിനു വേണ്ടി റിലീസ് ചെയ്തു. അപ്പോൾ അന്ന് ഈ വിഷയത്തിൽ ഒപ്പിട്ടതിന് ശേഷം പിന്നീടൊരു തടസ്സം ഈ കാര്യത്തിൽ ഗവൺമെൻറ് പറഞ്ഞത് എപ്പോഴാണ്? ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉയർന്നു, LDF വിഷയങ്ങളുണ്ടായി. എല്ലാ ഭാഗത്തുനിന്നും ആരെയും അറിയിക്കാതെ ഗവൺമെൻറ്റിലെ സഖ്യകക്ഷികളെയും മന്ത്രിസഭയും പോലും അറിയിക്കാതെ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉയർന്നു വന്നത്. തുടർന്ന് അവർ ചേർന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിക്കുന്നത് എന്താ? ഞങ്ങളൊരു മന്ത്രിസഭ ഉപസമിതി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ തീരുമാനം അറിയിക്കുന്നത് വരെ ഈ ഒപ്പിട്ട കരാർ തൽക്കാലം കെപ്റ്റ് ഇൻ അബെയൻസ്, തൽക്കാലം നിർത്തിവെക്കുക എന്ന് അറിയിച്ചു. അതിനുശേഷം നിരന്തരം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ള കത്തുകൾ വരുന്നുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ നിലപാട്, ഇതുമായി ബന്ധപ്പെട്ട തുടർ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. ഒപ്പിട്ട് ഈ പ്രതിസന്ധി ഉണ്ടാക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച. അന്ന് മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കി, ആ മന്ത്രിസഭ ഇപ്പോൾ ഇല്ല, ആ ഉപസമിതി ഇല്ല. അപ്പോൾ അതേ പണി തന്നെയാണ് ഇപ്പോൾ ഞങ്ങളും ചെയ്യുന്നത്. ഒരു മന്ത്രിസഭാ ഉപസമിതി വെച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് ഉപസമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഈ കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കും. അത്രയല്ലേ ഉള്ളൂ, ഇപ്പോൾ തുടരുന്നില്ലല്ലോ. കഴിഞ്ഞ മെയ് മാസത്തിലും കേന്ദ്രത്തിൽ നിന്ന് ഇതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട്, കാരണം ഒപ്പിട്ട കരാറിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത നടപടിക്രമങ്ങളുണ്ട്. ഒപ്പിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒപ്പിട്ടത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്.
ഒപ്പിടാതെ നിൽക്കുകയായിരുന്നല്ലോ അത്രയും കാലം. നമ്മൾ കേരളവും തമിഴ്നാടും ബംഗാളുമാണ് ഒപ്പിടാതെ നിന്നിരുന്നത്. ഈ പദ്ധതി ഒപ്പിട്ടപ്പോൾ അന്ന് CPM BJP ഡീലെന്ന് ആരോപിച്ചത് UDF ആണ്. ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്ത് വരുന്നു. ഈ പദ്ധതി എതിർക്കാനായിട്ട് എന്തുകൊണ്ട് UDF-നോ ലീഗിനോ ഇപ്പോൾ കഴിയുന്നില്ല? അല്ല, അങ്ങനെ ആ ചോദ്യം പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, ഗവൺമെൻറ്റുകൾ തുടർച്ചയാണ്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റുമായി ഒപ്പിട്ട കരാറാണ്. അതിൻ്റെ തുടർച്ച വരുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ എല്ലാ ഫോർമാലിറ്റീസും പരിശോധിച്ചേ പറ്റുള്ളൂ. PMC പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേന്ദ്രത്തിന് എന്തെങ്കിലും പണം ഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ടോ? അതിൽ ഇവിടെ ഉണ്ടാക്കുന്ന കൺഫ്യൂഷൻ എന്താ വെച്ചാൽ PM ശ്രീ എന്ന് പറഞ്ഞിട്ടല്ല പണം തരുന്നത്. PM ശ്രീ പദ്ധതി ഒപ്പുവെക്കാത്തത് കൊണ്ട് കേന്ദ്രം SSK ഫണ്ട് തടഞ്ഞു വെച്ചു. ഈ ഒപ്പിട്ടതിൻ്റെ 4-ാം ദിവസം SSK ഫണ്ടിൽ 93 കോടി അറൗണ്ടാണ്, 92 പോയിൻറ്റ് സംതിങ് ആണ്, 93 കോടി രൂപ റിലീസ് ചെയ്തു. അപ്പോൾ ഇത് ഇത്രയും കാലം തടഞ്ഞു വെച്ചത് ഒപ്പിടാത്തതുകൊണ്ടായിരുന്നു. ഒപ്പിട്ടപ്പോൾ PM ശ്രീക്കുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, കേന്ദ്രം നമുക്ക് തരേണ്ട SSK വിഹിതം, SSK ഫണ്ട് തന്നു. വീണ്ടും പിന്നീട് ഒരു 6-7 കോടി വന്നു. അങ്ങനെ 99 കോടി രൂപ ആ ഇനത്തിൽ വന്നിട്ടുണ്ട്. അത് PM ശ്രീ ഫണ്ടല്ല എന്നാണ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അതിലൊരു സ്റ്റാൻഡ് എടുത്തത്. അതല്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല PM ശ്രീ ഫണ്ടാണ്. PM ശ്രീ ഒപ്പിടാത്തത് കൊണ്ട് തരേണ്ട കേന്ദ്ര ഫണ്ട്, തടഞ്ഞു വെച്ച കേന്ദ്ര ഫണ്ട് റിലീസായി. ആ ഫണ്ടും വാങ്ങി. മനസ്സിലായില്ലേ? പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് ഇതിനകത്ത് സ്കൂളുകളെ തിരഞ്ഞെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന് ശേഷം മാത്രമേ പോകൂ എന്നുള്ളതാണ്. അത്ര തന്നെ. അതായത് ഇതിൻ്റെ തുടർ നടപടി, ഇതിപ്പോൾ ഒപ്പിട്ട കരാറാണ്. ഇതിൻ്റെ തുടർ നടപടി ഈ പദ്ധതി നടപ്പാക്കാനുള്ള സ്കൂളുകളുടെ സെലക്ഷൻ. 265 സ്കൂളുകളിലാണ് ഇത് ആദ്യഘട്ടം നടപ്പാക്കുക. അപ്പോൾ അതിൻ്റെ സെലക്ഷനാണ് അടുത്ത കാര്യം. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്നുള്ള നടപടിക്രമം. അപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഇനി ഈ ഉപസമിതിയുടെ തീരുമാനത്തിന് ശേഷമേ ഫൈനലായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സർക്കാരിനെ അറിയിക്കുമോ? വീണ്ടും ഒരു ഉപസമിതി വെച്ചിരിക്കുകയാണ്, നേരത്തെ സർക്കാർ കൊടുത്ത പോലെ ഒരു കത്ത് കൊടുക്കും. അതങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നാൽ മാത്രമല്ലേ അറിയിക്കേണ്ടതുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ് ചെയ്തതിൻ്റെ തുടർച്ച മാത്രമാണ് ഈ കാര്യത്തിൽ ഈ ഗവൺമെൻറ് ചെയ്യുന്നത്. പിന്നെ ഏകപക്ഷീയമായി ഈ കരാറിൽ നിന്ന് പിൻവാങ്ങാൻ പ്രയാസമുണ്ട്. അപ്പോൾ കരാറുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് എങ്ങനെ പോകാൻ പറ്റൂ എന്ന കാര്യം ഗവൺമെൻറ് തീരുമാനിക്കും. നമുക്ക് നമ്മുടേതായ റൈറ്റ് ഉണ്ട്. അതാണ് ഞാൻ പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്നതും പിന്നെ ഫണ്ട് തരാതെ നിൽക്കുന്നതൊന്നും ശരിയല്ല. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തിനെതിരാണ്. പക്ഷേ നമ്മളതുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പോൾ കേരള പദ്ധതികളായിട്ട് വിവിധ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, ആരോഗ്യ പദ്ധതികളുണ്ട്, വിവിധ തരത്തിലുള്ള പദ്ധതികളുണ്ട്. അപ്പോൾ ഈ കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ അവകാശവും സംരക്ഷിക്കപ്പെടണം. ഈ കരിക്കുലം തിരഞ്ഞെടുക്കുന്നതും സ്കൂളുകളുടെ തിരഞ്ഞെടുപ്പും കേന്ദ്രം എങ്ങനെയായിരിക്കും നിങ്ങൾ ഈ ആവശ്യം മുന്നോട്ട് വെക്കുമ്പോൾ പ്രതികരിക്കുകയാണ് വരുന്നത്? അത് ഞങ്ങൾ മുന്നോട്ട് വെച്ചാലല്ലേ അവരെങ്ങനെ മറുപടി പറയാമെന്ന് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ അക്കാര്യം മുന്നോട്ട് വെക്കും. ഇതിലൊരു ആശങ്കയുമില്ലേ കരിക്കുലത്തിൻ്റെ കാര്യം? അല്ല, അതുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കരിക്കുലത്തിൻ്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് ഫ്രീഡം വേണം. സ്റ്റേറ്റ് ആയിരിക്കണം കരിക്കുലം ഫൈനലൈസ് ചെയ്യേണ്ടത്. സ്കൂളുകൾ സെലക്ട് ചെയ്യുന്നതും സ്റ്റേറ്റ് ആയിരിക്കണം. ഇതിൽ ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ ലീഗിന് ഈ വിഷയത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടുണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി KM ഷാജി ഉൾപ്പെടെ പറഞ്ഞത് ഈ PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയും എന്നുള്ളതാണ്. അത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞതാണോ ഇപ്പോൾ ആ നിലപാട് മാറിയത്? അങ്ങനെയല്ലല്ലോ. അന്ന് ഒപ്പിട്ടവരുണ്ടാക്കിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഒപ്പിടാതെ കാലങ്ങളായി നമ്മൾ മുന്നോട്ട് പോയിരുന്നല്ലേ. ഒപ്പിട്ട് പ്രതിസന്ധി ഉണ്ടാക്കിയ കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. അപ്പോൾ അതിനോട് ഒരു പ്രതിപക്ഷ കക്ഷി എന്നുള്ള ആൾക്ക് പറഞ്ഞ വിമർശനങ്ങളാണത്. ആ നയത്തിൽ ഇപ്പോഴും ഞങ്ങൾക്കൊന്നും മാറ്റമില്ല. ഇവിടെ പിന്നെ ഇത്തരം പദ്ധതികൾ, കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിക്കുകയും അത് സംസ്ഥാനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുകയും എന്നിട്ട് അത് നടപ്പാക്കിയില്ലെങ്കിൽ മറ്റ് ഫണ്ടുകൾ തടഞ്ഞു വെക്കുകയും ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് യോജിക്കാവുന്ന ഒരു രീതിയല്ല. അതിനെയാണ് ഷാജി അന്ന് വിമർശിച്ചിട്ടുള്ളത്. ഈ ഉപസമിതി ചേരുമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉപസമിതി ഇന്നാണ് രൂപീകരിച്ചത്. അപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ ചേരും. അല്ല, അധികം വൈകില്ല, എല്ലാം പെട്ടെന്ന്. മാർച്ച് എന്ന് പറയുന്നത് 2027 മാർച്ച് 31 നിലവിൽ ഈ പദ്ധതിയുടെ കാലാവധി തീരുന്ന സമയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പദ്ധതികളുടെ കാര്യത്തിൽ ഇവിടെ ഒരുപാട് സംഗതികൾ നടപ്പാക്കിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഈ ഒരു ഇയറിലേക്കുള്ള സ്കൂളുകൾ സെലക്ഷൻ മാത്രമാണ് വരുന്നത്. അത് ഈ പറഞ്ഞ ഡേറ്റിന് മുമ്പ് കൊടുത്താൽ ആ സ്കൂളുകളിൽ ആ പദ്ധതി നടക്കും. സർക്കാരുകൾ തുടർച്ചയാണല്ലോ. ഗുണഫലം എന്ന് പറഞ്ഞാൽ ഇത് ഈ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന പദ്ധതികളാണ്. അത് പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പല പദ്ധതികളും കഴിഞ്ഞ ഗവൺമെൻറ്റുകളുടെ കാലത്ത് നടന്നില്ലേ. 2011-16 ഞങ്ങൾ തുടങ്ങി വെച്ച പലതും പിന്നീട് വന്ന ഗവൺമെൻറ്റുകൾ തുടർന്നില്ലേ. അപ്പം അങ്ങനെ ഒരു പറയുന്നതിൽ ഗവൺമെൻറ്റുകളെല്ലാം തുടർച്ചയാണ്, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ മറ്റൊരു വിഷയം കൂടെ ചോദിച്ചോട്ടെ, ആ സെൻസസുമായി ബന്ധപ്പെട്ട് 50 വയസ്സ് കഴിഞ്ഞ അധ്യാപകർക്ക് ആ ഡ്യൂട്ടി ഇടില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ? ഇപ്പൊ അങ്ങനെയുള്ളവർ ഡ്യൂട്ടിക്ക് ഇടുന്നു എന്ന് പറയുന്നു, ശ്രദ്ധയിൽപ്പെട്ടായിരുന്നോ? എന്താണത്? അത് ഈ പറഞ്ഞ പോലെ കൂടുതൽ റിട്ടയർമെൻറ്റിനോടൊക്കെ അടുത്ത് പ്രായക്കൂടുതലുള്ള ആളുകളെ ഒന്നും ഇടരുതെന്നും ഒഴിവാക്കണമെന്നും അധ്യാപകർക്ക് തന്നെ പരമാവധി ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റി കൊടുക്കണമെന്നും ഇനി അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ പിന്നെ ട്രാൻസ്ഫറിനെ ഇത് ബാധിക്കരുതെന്നൊക്കെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് സെൻസസ് ഡയറക്ടറേറ്റാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.